ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാനില്ലേ ഒരുപാട് നാളായൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ ഇന്നത്തെ ലഞ്ച് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ സൂപ്പാണ് കേട്ടോ. ഒരു ചിക്കൻ സൂപ്പ് വെജിറ്റബിൾസാണ് ഉണ്ടാക്കുന്നത്. ഈ മഴക്കാലത്തൊക്കെ കുടിക്കാൻ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. അധികം ഹെവി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ വളരെ കുറച്ചാണ്. രാത്രി കാലങ്ങളിൽ അതിനോടൊപ്പം ഒരു ടോസ്റ്റോ ഫ്രഞ്ച് ബ്രെഡോ ഒക്കെ കൂടി കൂട്ടി കഴിച്ചാൽ വളരെ നന്നായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചിക്കനാണ് കേട്ടോ. ബോൺ ഉള്ള ചിക്കനാണ്. അപ്പോൾ അതിൽ എല്ലോട് കൂടിയ പീസസ് കൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഫ്ലേവർ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഞാൻ ബ്ലാക്ക് പെപ്പറും ടേമറിക് പൗഡറും സോൾട്ടും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മാറിനേറ്റ് ചെയ്തതാണ് ഇത് കേട്ടോ. എൻ്റെ കുക്കറിലാണ് ഞാൻ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചെറിയ പീസസ് ആക്കിയ സവാള ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടാൻ അനുവദിക്കൂ, കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ. ജിഞ്ചർ, പിന്നെ ഗാർലിക്, പിന്നെ മല്ലിയിലയുടെ തണ്ട് മുതലായവ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സൂപ്പ് എന്ന് പറയുന്നത് ഞാൻ തനിയെ ഉണ്ടാക്കിയ റെസിപ്പിയാണ്. ആരിൽ നിന്നും കോപ്പിയൊന്നും എടുത്തതല്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വിൻ്റർ സീസണിൽ മഴ സീസണിലൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുള്ള ഒരു വിഭവമാണ്. ഇപ്പം നമ്മുടെ ഓണിയൻസ് ഒക്കെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മാറിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ആണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മീറ്റ് കഷ്ണങ്ങളൊന്ന് സീലാവാൻ അനുവദിക്കുക. ഇനി ഇതിലേക്ക് നമുക്കെല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ സ്റ്റോക്കാണ് യൂസ് ചെയ്യുന്നത്. രണ്ടെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ 1 കപ്പ് പാസ്തയും ഒന്ന് ഇളക്കുക. ഇനി നമുക്കിതിലേക്ക് ബോയിലിംഗ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ മുകളറ്റം വരെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് നമ്മുടെ പ്രഷർ പാൻ്റെ അടപ്പ് വയ്ക്കാം എന്നുള്ളതുകൊണ്ട് ബ്രോത്ത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിൽ ഞാൻ സൂപ്പാണ് ചെയ്യുന്നത്. ഇത് 23 മിനിറ്റ്സ് എടുക്കും. കുക്കിംഗ് ടൈമും സെറ്റിംഗ് ടൈമും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കാണാമല്ലോ, നല്ല തിക്കും ആയിട്ടുണ്ട്. ആ പൊട്ടാറ്റോയുടെ സ്റ്റാർച്ചൊക്കെ ഇതിനെ നല്ല തിക്കറാക്കും കേട്ടോ. നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ബിറ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കാണാമല്ലോ ഇത്. അപ്പോൾ ഈ ഒരു സൂപ്പാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ ഞാനിന്ന് സെർവ് ചെയ്യാവേ. ഇന്നത്തെ എൻ്റെ ലഞ്ച് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് ഇന്നത്തത്. എന്തുവാണ്? സൂപ്പും ഫ്രഞ്ച് ബ്രെഡും